Hello everyone, welcome to Mahima's cooking class. ഞാൻ മഹിമ സൈമൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് ഐറ്റമാണ്. നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം ഐസ്ക്രീമിനൊപ്പമൊക്കെ സെർവ് ചെയ്യാറുള്ള ഒരു ഡിഷാണ് ഗാജർ കാ ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ക്യാരറ്റ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ വെക്കാം. ക്യാരറ്റ്സ് തന്നെ ഞാൻ നെയ്യൊന്നും ഇടുന്നില്ല, കുറച്ച് കഴിയുമ്പം നെയ്യിടും. ഇപ്പം നെയ്യിടാതെ വെറുതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പം നല്ല ക്യാരറ്റ്സ്, വാടിയത് അങ്ങനത്തെ ഉപയോഗിക്കാതെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ്സ് നോക്കി വാങ്ങിക്കുക കേട്ടോ. എപ്പോഴും അത് ടേസ്റ്റ് വൈസ് ഒത്തിരി ബെറ്റർ. അത് ഏകദേശം ഒരു 3-4 മിനിറ്റ് എടുക്കും ഈ ഒരു പ്രൊസീജിയർ. അത് ക്യാരറ്റ്സിൽ നിന്നുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങണം. ഇത് കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ഇളക്കിയാൽ മതി. ഓക്കെ, ക്യാരറ്റ്സ് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി. ഈ സമയത്ത് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെയ്യിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിനകത്തേക്ക് ഷുഗർ ഇടാം. ഞാൻ എടുത്തേക്കുന്നത് 3 കപ്സ് ക്യാരറ്റ്സ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർക്കാം. 1/2 കപ്പ് ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലിടുക. ആ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആവണം. അപ്പോൾ ഷുഗർ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഷുഗർ മൊത്തത്തിലൊന്ന് പറ്റണം. അതുവരെ കുക്ക് ചെയ്യണം. നമ്മൾ ഈ ഷുഗർ കുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ, ക്യാരറ്റിൻ്റെ കളർ ഒന്നുകൂടി ഡാർക്ക് ആവും. പ്ലസ് ഇതിനകത്തുനിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങും. അത് ഷുഗർ ഡിസോൾവ് ആയിട്ട് വെള്ളം കണ്ടൻറ്റ് കൂടും. പ്ലസ് ക്യാരറ്റിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും ഇതിനകത്തേക്ക് വരും. അത് മൊത്തം ഡ്രൈ ആക്കണം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയി. സമയത്ത് നമുക്ക് പാൽ ആഡ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന 1/2 ലിറ്റർ മിൽക്കാണ്. 1/2 ലിറ്റർ പാൽ, ഫുൾ ക്രീം മിൽക്കാണ്. അപ്പോൾ ശരിക്കും ക്യാരറ്റ് ഹൽവ എന്നാണ് പാല് പറ്റി അതിനകത്തുനിന്ന് ഖോവ ആയി വരും. പാല് പറ്റിച്ച് അവസാനം കിട്ടുന്നതാണ് ഖോവ. അപ്പോൾ അതേപോലെ ആയി വരണം. ഈ പാലെല്ലാം അത്യാവശ്യം പറ്റി കുറച്ചും കൂടെ ഉണ്ട്. അത് ഫുള്ളായിട്ട് ഡ്രൈ ആവണം. അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. ഇത് ഓൾമോസ്റ്റ് ആയി, ഫുള്ളായിട്ട് പറ്റി. ഓക്കെ, പാൽ കണ്ടൻറ്റ് മൊത്തം പോയി പറ്റിയത് ഖോവായിട്ടുണ്ടോ. ഇനി അതിനകത്തേക്ക് കുറച്ച് ഗീ ചേർക്കാം. ഇപ്പോൾ 3 ടീസ്പൂൺ ഗീ ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ അത് ചേർക്കാം. ഇപ്പോൾ നല്ല ശരിക്കും ക്യാരറ്റ് ഹൽവയുടെ മണമായി. ഇനി ഇതിലേക്ക് ആമണ്ട്സും പിസ്റ്റാഷ്യൂസും കുറച്ച് റിസർവ് ചെയ്ത് വെച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓഫ് ചെയ്തു. അപ്പം ക്യാരറ്റ് ഹൽവ ആക്ച്വലി റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് ഖോവ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഖോവ എന്ന് പറഞ്ഞാൽ പാൽ പറ്റിച്ച് കിട്ടുന്നതാണ്. അതായത് പാൽ നമ്മൾ തിളപ്പിച്ച് പറ്റിച്ച് വരുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന പാൽക്കട്ടയാണ് ഈ ഖോയ എന്ന് പറയും കേട്ടോ. അതിനകത്തേക്ക് ഇടാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന കോട്ടക്കപ്പാണ്. കോട്ടക്കപ്പ് ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ ഒരു പിരിവിര ടെക്സ്ചറും കിട്ടും നിങ്ങൾ കഴിക്കുമ്പോൾ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ലാസ്റ്റ് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. നെയ്യ് ഇടുമ്പോൾ ഒന്നുകൂടെ റിച്ച് ആവും. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്തു. ഇനി ലാസ്റ്റായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. എല്ലാ സ്വീറ്റ്സിൻ്റെ കൂടെയും ഒരു നുള്ളിൽ ഉപ്പ്. അതിൻ്റെ ആ സ്വീറ്റ്നെസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ഹൽവ. ഇത് ഐസ്ക്രീം, വാനില ഐസ്ക്രീമിനോട് നല്ല കോമ്പിനേഷനാണ്. ഇത് തന്നെ കഴിക്കാനും നല്ലതാണ്. ഇത് ഞാനിനി ഡെസേർട്ട് ബോൾസിലേക്ക് മാറ്റുക.
നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും പിസ്റ്റാഷ്യൂസും കൂടെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ മേലെ. നമ്മൾ ഈ ക്യാരറ്റ് സ്വീറ്റ് അല്ലെങ്കിൽ ഗാജർക്ക ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഐസ്ക്രീംസിലൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നമുക്ക് വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. താങ്ക് യു.